സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. കോൺഗ്രസിലേക്കുള്ള സന്ദീപ് വാര്യരുടെ മാറ്റം മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തിനാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്ര അസ്വസ്ഥതയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സന്ദീപ് വാര്യരെ വരവേൽക്കാൻ കാത്തിരുന്നവരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അപ്രതീക്ഷിതമായ കോൺഗ്രസ് പ്രവേശനം. ഇതോടെയാണ് വിവിധ പ്രതികരണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തിയത്. പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ പ്രതികരണങ്ങളുടെ തലം മാറി. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരാളുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനമാണ്. വല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങൾ അത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ബി.ജെ.പി. നേതാവ് കോൺഗ്രസിൽ ചേരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തിനാണ് ഇത്ര അസ്വസ്ഥതയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. പാണക്കാട് പോയതിൽ എന്താണ് തെറ്റെന്ന് കെ സുധാകരനും ചോദിച്ചു. CPM ചേർന്നിരുന്നെങ്കിലോ? CPM-ലേക്ക് സ്വാഗതം ചെയ്തില്ലേ? ഇതാണ് നാണം കെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. നാണം കെട്ട രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട്. UDF സംവിധാനത്തിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല. മുഖ്യമന്ത്രിയുടെ പരാമർശം ദൗർഭാഗ്യകരമെന്നായിരുന്നു P.K. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പഴയ പോലെയല്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശം ദൗർഭാഗ്യകരമാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നില്ലായിരുന്നെങ്കിലും പാലക്കാട് തങ്ങൾ ജയിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. സന്ദീപ് ഒരു തരിമ്പ് പോലും ചലനം കോൺഗ്രസിൽ ഉണ്ടാക്കില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. വർഗീയതയുടെ കാളകൂട വിഷയത്തെയാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നായിരുന്നു മന്ത്രി MB രാജേഷ് പ്രതികരിച്ചത്. അതേസമയം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ തന്നെയാണ് എത്തേണ്ടതെന്നും അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത മാത്രമാണ് സന്ദീപ് പറയുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV.